മുത്തുമണിയുടെ അന്നത്തെ വൈബർക്ക് എന്ന് പറഞ്ഞാൽ ഒരു നഷ്ടം ഉണ്ടല്ലോ, ഒരു വെറൈറ്റി ഇനം വൈബർക്കാൻ മുത്തുമണി അടുക്കള വർക്ക് ഏരിയ അതിലത്തെ വർക്കാണ്. ഈ ഫ്രിഡ്ജ്, ആ മുകളിലത്തെ ഈ കാണുന്നതില്ലേ ഫാബ്രിക്കേഷൻ്റെ അൽമറ, അതിൻ്റെ ഉള്ളിലുള്ള പാത്രങ്ങൾ, അതിനുള്ള പ്ലേറ്റ്, അതിൻ്റെ ഉൾഭാഗം മുകൾ ഭാഗം മൊത്തത്തിൽ ക്ലീൻ ചെയ്യുക. എല്ലാത്തിനും ബിഫോർ ആഫ്റ്റർ ഉണ്ട്. അതായത് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇങ്ങനത്തെ അടുക്കളയിൽ നമ്മൾ ഫാബ്രിക്കേഷനും കാര്യം ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഫുള്ള് വീടി കണ്ടോളം നഷ്ടം ഉണ്ടാവില്ല. എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം, എന്താ അതിനുള്ളത്തെ അവസ്ഥകളൊക്കെ ശരിക്ക് കാണാം. ഫുള്ള് കണ്ടോളി. ഇതിനുള്ളിൽ നമ്മൾ കാണാത്ത ഒരുപാട് സംഗതികളും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. പിന്നെ വർക്കരിയേക്ക് വന്നാൽ ഈ കാണുന്ന ഗ്രില്ല് ചുറ്റും ഇവരെന്താ പറഞ്ഞാൽ പൊടി തട്ടിയാൽ പോരാ, തുടക്കണം എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ നമ്മൾ സെറ്റാക്കിയിരാണ്. പൊടി തട്ടുക, തുടക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലുണ്ടല്ലേ, ഇതിൻ്റെ മുകളിൽ പൊടി തട്ടിയാൽ മതിയായിരുന്നു. കണ്ടമാനം മാറാലേ ഫുള്ള് കാണിച്ചു കേട്ടോ. ആകെ അൽക്കുത്തായെടുക്കും. അതൊക്കെ ഇൻസ്റ്റാൾ നമ്മൾ 100ക്ക് 102 ആക്കും. സെറ്റാക്കും പറഞ്ഞാൽ സെറ്റാക്കും. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമ്മളെ വീട്ടിലുണ്ട്. നമ്മളെപ്പോഴും വൃത്തിയായിരിക്കണം. ഇവിടെ ഒന്നാമത് ഇവിടെ ആൾക്കാരില്ല വീട്ടിൽ, അതുകൊണ്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ട് വരാൻ കാരണം. പിന്നെ ഇവിടുത്തെ പെണ്ണുങ്ങളോട് കഴിയൂല, ആണുങ്ങൾ ഇല്ല, അതുകൊണ്ടാണൊക്കെ ബുദ്ധിമുട്ട്. ആണുങ്ങളെപ്പോഴും വീട്ടിലുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ വീടുകളിൽ എന്ത് ചെയ്യണം, നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അങ്ങനത്തെ പൊടി നമ്മൾ ഭക്ഷണത്തിൽ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പൊടി കെട്ടിക്കണം, നമുക്കത്ര നല്ലതല്ല. ഇതുണ്ടല്ലേ അടുക്കളയത്തെ അതിൻ്റെ മുകളിലുള്ള പൊടികളാണ്. ഉണ്ടല്ലേ നമ്മൾ ആദ്യം കാണിച്ചതിന് അടുക്കളയത്തെ പാത്രം വെക്കണത് ഫാബ്രിക്കേഷൻ ഉണ്ടാക്കിയ അറകൾ ഉണ്ടല്ലേ, കംപ്ലീറ്റ് അയ്യാത്തിപ്പൊടി അയാതിപ്പൊടി. ഇതൊക്കെ നമ്മൾ അടുക്കളയിൽ ചോറുണ്ടാക്കുന്ന സ്ഥലത്തുള്ള അവസ്ഥയാണത്. അടി നോക്കുമ്പോൾ ഉണ്ടാവില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾക്കൊന്നും ഉള്ള കട ജലദോഷം ചീരാപ്പം മാറൂല. അല്ലാ കൊരയും തുമ്പലേക്കരും അങ്ങേമർത്തൊക്കെ ഉണ്ട് ഞങ്ങൾ ഫുള്ള്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ നഷ്ടം ഉണ്ടാവില്ല. ഫുള്ള് കണ്ടോളും മൊത്തം സെറ്റ് വർക്കേ കയറാം. നമ്മളിങ്ങനത്തെ വീട്ടിലൊക്കെ നമ്മൾ പെരയിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നല്ല വൃത്തിയിൽ കൊണ്ടുനടക്കണം. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യും നിങ്ങൾ എപ്പോഴും തോന്നുന്നുണ്ടല്ലേ. ആ ഫാബ്രിക്കേഷൻ നമ്മൾ ഫുൾ വീഡിയോസിൽ അത്ര കാണില്ലെങ്കിൽ നമ്മൾ അടുപ്പിച്ച് സൂം ചെയ്യുന്നുണ്ടല്ലേ, ഇത്രക്കും ചിത്രങ്ങൾ ഇതിനുണ്ട് ഉണ്ടല്ലേ. ഇതൊക്കെ നമ്മൾ ഇനി തോത്തി വേറെ ലെവലാക്കും മുത്തുമണികളെ. ശരിക്കും കണ്ടുകൊണ്ട് ഈ അടുക്കളയത്തെ ടൈല് കാര്യം എന്തൊക്കെ വർക്കാണ് നിങ്ങൾ ഫുള്ള് കണ്ടു, നഷ്ടം ഉണ്ടാവില്ല ഉണ്ടല്ലേ. ഇതൊക്കെ നമ്മൾ ഇനി ഗ്ലേസിങ് കൂട്ടും. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ആഴ്ചയിൽ തുറക്കാണ്ട്. അപ്പോൾ ഇതൊക്കെ എന്നും ഗ്ലേസിങ് നിലക്കൊള്ളും. ചളിൻ്റെയോ പൊടിൻ്റെയോ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊന്നും എന്ത് ചെയ്യുക, ഒന്ന് തലോട് എടുക്കുക, കോട്ടൺ സീലെടുത്താണ്ട് ആ ഗ്രിപ്പിലുള്ള ഇടയിലൊക്കെ നമ്മൾ വൃത്തിയാക്കും, മിയാക്കും. കണ്ടില്ലേ, ഇതിന് ഉൾഭാഗത്തൊക്കെ ഉണ്ട്. സോള നമ്മൾ വർക്കൊക്കെ സ്റ്റാർട്ടാക്കിട്ടോ. ഇതിപ്പോൾ എന്തെങ്ങനെ വീഡിയോ കുഞ്ഞു വീഡിയോ ആയി ഒക്കെ ശരിയാവും. അടുത്ത വീഡിയോസിൽ വരും. ഇതെന്തോ ഒരു പേ പറ്റി പിന്നെ ശരിയായി. നമ്മളതിൻ്റെ ഉള്ളിലുള്ള പ്ലേറ്റും ഗ്ലാസും ഒക്കെ എടുത്തുകൊണ്ട് ഒഴിവാക്കും. പുറത്തൊക്കെ ഒഴിവാക്കി തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കും, സെറ്റാക്കും. ഓരോ തലക്കിന് തുറക്കുക, അങ്ങോട്ട് വെക്കുക. പ്ലേറ്റും പാത്രം മിയാക്കുക അല്ലേ. ഒക്കെ തോത്തിയിട്ട് എന്ത് ചെയ്യും, അങ്ങോട്ട് തന്നെ വെച്ചിട്ട് പിന്നെ നിലത്തിലൊക്കെ തോത്തി രണ്ട് സീല നമുക്ക്. പ്ലേറ്റും ഗ്ലാസും തോത്താൻ വേറെ സീല, ഉള്ളിൽ തോത്താൻ സീല വേറെ സീല. അല്ലോ പിന്നെ അത് അടുത്ത വർക്ക് കണ്ടുള്ളൂ. ശരി കണ്ടുള്ളി നേരത്തെ ആഫ്റ്റർ അത് ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ല. ആ ബോർഡുമുള്ള പുള്ളി ആ മുകളിലുള്ള പൊടികളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ആഫ്റ്ററാണ്. ഇതിൻ്റെ ആദ്യം കാണിച്ചു തന്നെ ബിഫോറിൻ്റെ ആഫ്റ്റർ. ഇപ്പോൾ എങ്ങനെയുണ്ട്, ഇപ്പോൾ തെളുങ്ങാണ്, കണ്ണ് കുത്തണം. ലങ്കി മരണമുണ്ടല്ലോ ഞങ്ങൾ ആണ് തോത്തിപ്പുള്ള ഗ്ലേസിംഗ് ആണ്. ഇനി അത് ഇതിൻ്റെ മുകൾ നേരത്തെ കാണിച്ചു തന്നില്ല ഞാൻ, വരുത്തിയാണ്ട് ആ സ്ഥലം അത് കണ്ടില്ലേ. ഈ കണ്ടീഷനിൽ ഇങ്ങനെ നമുക്ക് നിർത്താൻ എല്ലാ വീടും അത് പെരക്കാർ കരുതിയാൽ മതി. വലിയ പണിക്കാരാവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ ലേറ്റർമേലോ സ്റ്റൂൾമേലോ വെച്ച് കയറിയാൽ മതി. കയറുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളൂ, വേറെ വിഷയങ്ങളൊന്നുമില്ല കണ്ടല്ലേ. ഇനി ഇത് നമ്മൾ പെരക്കാരോട് പറഞ്ഞു നിങ്ങളാ മെയിൻ്റെനൻസ് ആണ്, ആയിക്കോട്ടെ നമ്മൾ സെറ്റാക്കി മെയിൻ്റെനൻസ് ചെയ്തുള്ള അറിഞ്ഞു. ഞല്ലാതെ നിങ്ങളെ വിളിച്ചോളാം. അല്ല നമ്മളെ വിളിച്ചത് പറഞ്ഞാൽ നിങ്ങളെ ചെയ്താൽ മതിയായിരുന്നു, വല്ലാത്തിയാതി. പിന്നെ അതിൻ്റെ ഉൾഭാഗത്ത് തോത്തി സെറ്റാക്കിട്ടോ. ഇനി ഇതവിടെ ഒരു ഗുഹ, അല്ല ഒരു വെറൈറ്റി ഗുഹ ഉണ്ട് കണ്ടില്ലേ. ആദ്യം നമ്മൾ വിചാരിച്ച് ഇത് ഇതേപോലെ പാത്രം വെക്കുന്ന സ്ഥലമാണെന്ന്. നോക്കുമ്പോഴല്ലേ തുറന്നൊക്കെ വലിയൊരു ഒരാൾക്ക് രണ്ടാൾക്കും മൂന്നാൾക്കും കടന്നുറങ്ങാൻ പറ്റിയൊരു സ്ഥലം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ അതിനുള്ള പൊടിക്കും കാര്യമൊക്കെ ഫുള്ള് അടിച്ചേരി സെറ്റാക്കാണ് അല്ലേ. എത്രത്തോളം പൊടി ഇപ്പം നമ്മൾ കാണിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കിട്ടിയത്. ഒരു തൽക്കാലം അങ്ങനെ അടിച്ചേരി പോരാ. അത് പൊടിയാണ് ആ പറഞ്ഞത് കണ്ടില്ലേ, അല്ല പാറ്റ പാടില്ല. ഇത്ര പൊടി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിട്ടി അടിച്ചേരി കണ്ടില്ലേ. ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. ഇതും അടുക്കളയിലുള്ളൊരു അട്ടം ഉണ്ടല്ലേ, എത്ര പൊടി ഇതിൻ്റെ. പിന്നെ നമ്മൾ നേരെ വർക്കേരിയേക്കാട്ട് പോയി ആ മുകൾ ഭാഗമുണ്ടെങ്കിൽ ആ തട്ട സൈഡ് ഉണ്ടെങ്കിൽ ബിഫോർ ഉണ്ടെങ്കിൽ ബിഫോർ ആഫ്റ്റർ ഒപ്പം കൊടുത്തേക്കാം. ആ തൽക്കാലം നമ്മളിങ്ങനെ പോകുന്ന കണ്ടില്ലേ, ഉള്ള മാറാലിയും പൊടിയൊക്കെ തട്ടി ആ ചുമര് നോക്കിയാണെങ്കിൽ അതേ കണ്ടീഷൻ നമ്മൾ ഇവിടെയാക്കും, സെറ്റാക്കുക. പച്ച മലത്ത് കാണുക, 100ക്ക് 101 ആക്കുക, 100ക്ക് 102 ആക്കുക. മിയ ഈ പൊടിയൊക്കെ ഇവിടെ നിന്ന് പോകണം. ഇനി ഇവർക്ക് ചോറൊക്കെ വെക്കാൻ ഒരു കുളിരുണ്ടാവും. ഇനി ചോറും കറിയും വെക്കുമ്പോൾ ഈ പൊടിയും കൂടി കണ്ട് പോയിട്ട് കുക്കറിനൊക്കെ വിസിൽ വരുമ്പോൾ അതിൻ്റെ ആ ഏറൻ്റെ കുക്കറിൻ്റെ ഈ പൊടിയൊക്കെ പോറ് വന്നു ഉള്ള വല്ലാത്തതി അല്ലേ. ആ കാരണം പൊടികളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടുക, തട്ടി പോകണം. പിന്നെ നമ്മൾ നേരെ ഗ്രില്ലുമ്മ കടന്ന് എത്തും ആലോചിച്ചില്ല. ഗ്രില്ലിൻ്റെ പണി കഴിഞ്ഞിട്ടോ അതൊക്കെ ഫാസ്റ്റാക്കി എൻ്റെ ഇടയിൽ
എഡിറ്റിങ്ങിലേ. പിന്നെ അത് ഫ്രിഡ്ജ് മിയാക്കണം, കുട്ടപ്പനാക്കുക. ഇറച്ചി മീനൊക്കെ വെക്കാളല്ലേ, വലിയ നാൾ വരാനല്ലേ, അല്ലാണ്ടോ എൻ്റെ മിയാക്കിയാണ്ടല്ലേ. ഫ്രിഡ്ജിൻ്റെ ഗ്ലേസിങ് തുടച്ചപ്പം കണ്ടീഷനാക്കി, ആകെ എച്ചിലാക്കി ഫ്രിഡ്ജൊക്കെ, ഒക്കെ മിയാക്കി. പിന്നെ നമ്മളത് നോക്കില്ല, ടൈൽസ് ഇങ്ങോട്ട് കുട്ടപ്പനാക്കണം. അതിനകത്തൊക്കെ വന്ന് ചാടി മറിഞ്ഞൊക്കെ തോത്തി സുന്ദരനും സുന്ദരിയുമാക്കുക ടൈൽസിനെ. അടുക്കളയൊക്കെ വരുമ്പം തെളുങ്ങണം അങ്ങനെ. പിന്നെ സ്റ്റൂളും കസാലൊക്കെ ഉണ്ടായിനി, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ടുണ്ട്. സെറ്റൊക്കെ കൂത്തി ഒരു വേറെ ലെവലാക്കുക. ഡൈനിങ് ടേബിൾ, ആ കസാലൊക്കെ ഉണ്ട്. അടുക്കളയിലെ ഫാബ്രിക് മറ്റേ ഇനങ്ങളൊക്കെ ഇത്. പിന്നെ അത് നമ്മളിവിടെ തുറന്നു നോക്കിയപ്പോൾ അവസ്ഥ ഉണ്ട്, ഞങ്ങൾ ഇതിനുള്ള താമസക്കാരതൊക്കെ ഉണ്ടല്ലേ. എന്ത് ചെയ്യാനാ, ഫുള്ള് വില. അരിയൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് വില തല വെച്ചുകൊണ്ട് ഓരോ അരിമണിക്ക് ഒരു എറുമ്പ്. എന്ത് എറുമ്പ് അത് വലിയൊരു കടിച്ചണമില്ല, എന്നാൽ കടിച്ചാൻ്റെ വേദനയില്ല, അങ്ങനത്തെ ഒരു എറുമ്പ്. അങ്ങനെ പിന്നെ നമ്മൾ ആ സാധനങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് ഒഴിവാക്കട്ടെ. സകല പാത്രം നമ്മൾ പുറത്തേക്ക് എടുത്ത് വെക്കിട്ടേ തുടച്ചിട്ട് അതിനുള്ളൊരു ഒരു സാധനം അടിച്ചിട്ടുണ്ട്, മരുന്ന്. അത് പെരക്കാർ കൊണ്ടുവന്നതാണ്, നമ്മൾ കൊണ്ടുവന്നതല്ല. അതടിച്ചാൽ ഈ പല്ലി ഉറുമ്പോഴൊന്നും വരില്ല. നമുക്ക് അത് അതിമേലെ എഴുതി ഒരു ലോ പാത്രം കിട്ടിട്ടോ, പുതിയാപ്പൊക്കെ മുന്നോട്ട് കൂത്തൊന്നുള്ള റേറ്റാണ്. ആ അടിച്ചാൽ സൈഡ് എഫക്റ്റ് ഇല്ലയെന്ന് നമ്മൾ എഴുതിയത്, നോ സൈഡ് എഫക്റ്റ് എന്നൊക്കെ എഴുതിന് ആ കുപ്പിമേൽ. അതിനോട് കാര്യം അടിച്ചു വെച്ചാൽ നമുക്കൊന്നും കേടില്ലെന്ന്, പ്ലേറ്റിൽ മേലെ ആയിരുന്നു. ഏതായാലും നമ്മൾ അതിനുള്ളൊക്കെ അടിച്ചേരി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ആ സ്പ്രേ ചെയ്താണ്ടാണ് നമ്മൾ പിന്നെ പ്ലേറ്റും പാത്രമൊക്കെ ഇതേപോലെ ഉള്ളിൽ തന്നെ വെക്കുന്നുണ്ട് തുടച്ചാണ്ട്. അതൊക്കെ ഓൾറെഡി ഒരു കേക്ക് വെച്ച പാത്രമാണ്, എന്നാലും നമ്മളെ വകയായിട്ടൊരു ക്ലീനിങ് ഏൽപ്പിച്ചുമ്പോൾ നമ്മളെന്ത് ചെയ്യും, പൊടികളിലൊക്കെ നന്നാക്കി എന്ത് ചെയ്യും, തുടച്ചിട്ട് ഉള്ളിലേക്ക് വെക്കും. അങ്ങനെ അതിനുള്ള അടിച്ചേരി നന്നാക്കി ആ ബാലൊക്കെ നോക്കി നമ്മൾ പുറംഭാഗം തോത്തി. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ പാത്രങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ തോത്തിനുള്ളിൽ വെക്കും. അതിനുള്ള മരുന്നടിക്കണം, ആ പറഞ്ഞ മരുന്ന് നമ്മൾ ഉള്ളിലൊക്കെ ആകെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിന്. അത് സാധാ ഇവിടുന്നൊക്കെ കിട്ടും, സാധാ കടയിൽ നിന്നൊക്കെ കിട്ടും. സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്നാണ്, പേരൊന്നും വെച്ച് വശാണ്ടില്ല. പിന്നെ ഉണ്ടല്ലേ പാത്രം തോത്താൽ വേറെ സീരിയ കേട്ടോ. പാത്രമൊക്കെ തോത്തി വരുന്നത് അങ്ങനെ ഉള്ളിലേക്ക് വെച്ച് സെറ്റാക്കി കണ്ടില്ലേ. ചായപാത്രമാണ്, ചായ കണ്ട് കാച്ചി കുടിച്ചാണ് ഞാൻ. പിന്നെ ഈ കാണുന്ന ഇതുണ്ടല്ലോ നിങ്ങൾ, ഈ സിങ്കും ഈ ഗ്യാസടുപ്പ് കണ്ട കോല കണ്ടല്ലോ നിങ്ങൾ, പറ്റങ്ങത്തിന് ഇവിടെ കണ്ടില്ല ആകെ എന്തൊക്കെയോ ഒലിച്ചെടുക്കുക. ഇതൊക്കെ ഒന്ന് മെയ്യാക്കണം, സെറ്റാക്കണം പറഞ്ഞേ. ടൈലൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ, ഇനി ഇതിൻ്റെയൊക്കെ ആഫ്റ്റർനൂൺസ് അതൊക്കെ കാണിച്ചു തരും കേട്ടോ. ടൈൽ നമ്മൾ ഉണ്ടല്ലേ, ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഈ ഭാഗത്തെ ഈ കിച്ചണ് ഇതൊക്കെ ഒന്ന് ഇതെന്ത് ചെയ്യുക, ഒന്ന് മിയാക്കുക. ഈ സിങ്കും കാരി പാത്രമൊക്കെ വലിച്ചിട്ട് വലിച്ചിടണം എന്നൊക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക, മിയാക്കുക. ഇതാ അതിൻ്റെ ആഫ്റ്റർ മൊത്തം വേണ്ടി കണ്ടില്ലേ, തെളുങ്ങളതാ. കണ്ണാടി ചൊല്ലുമൊക്കെ ഉണ്ട്. സിങ്കൊക്കെ അതാ ചെറിച്ചിട്ട് മുഖത്ത് കൊയ്യാണ്ട് എൻ്റെ ടൈലെ കണ്ട് തെളുക്കി നമ്മൾ. ടൈലും കണ്ട് മൊത്തത്തിൽ കണ്ടല്ലോ, ഉള്ള പാത്രം കാര്യമൊക്കെ നമ്മൾ ഒതുക്കി ഒരു മൂലക്കലാട് വെച്ചെടുത്ത് കേയ്യാണ്ട്. ഞോല് പെരക്കാർ പോലെ തിരുപ്പതി പോലെ മാണ്ടി എടുത്ത് കൊണ്ടുപോയി വെച്ചോട്ടെ. കുലത്തിലൊക്കെ നമ്മൾ ആക്കി കൊടുത്തണ്ടേ. ഗ്യാസപ്പൊക്കെ അതാ കണ്ണ് കുത്തുന്നു. മീനൊക്കെ ചാട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ സെറ്റാക്കി അടിവാക്കെ തോത്തിയാണ്ടല്ല എല്ലാം മൾട്ടിഫുഡും വേദവികാസം ചെയ്തെല്ലാം നമ്മൾ മിയാക്കി ഫുള്ള് കണ്ടീഷണറാക്കി ഉണ്ടല്ലേ. ഇപ്പം നമ്മൾ ഡൈനിങ് ടേബിളും കാണിച്ചു തരാം. ഇതാ ഡൈനിങ് ടേബിളൊക്കെ കണ്ട് തോത്തിയിട്ട് ചുറ്റും അതിനെ കണ്ട് ഗ്ലേസിങ് കൂട്ടി നമ്മൾ. പിന്നെ മുത്തുമണി നമ്മളെ വീഡിയോ ഇതോടെ അവസാനിക്കണം. ചെറിയൊരു വീഡിയോസും കൂടി ഉണ്ട്. അതായത് ഈ സ്വിച്ചൊക്കെ ഉണ്ടല്ലോ പേരൻ്റെ, അതിൻ്റെ അടിഭാഗത്ത് കുറേ പൊടിയൊക്കെ ഉണ്ട്. പൊടി ചളിയൊക്കെ നമ്മൾ ലേറ്റ് ഇടുമ്പോൾ സ്വാഭാവികമല്ലേ, അതൊന്ന് തോത്തി തരുമോ ആയിക്കോട്ടെ, നമ്മൾ സെറ്റാക്കി തരാമെന്ന്. അത് നമ്മൾ പ്രത്യേകിച്ച് കെമിക്കലൊന്നും യൂസ് ചെയ്തില്ല, സാധാ ഷാമ്പു വെള്ളം കളിക്കാണ് അങ്ങനെ അടിച്ചു കൊടുത്ത് അതിനോട് വരുത്തിയെ കിട്ടിയിട്ടോ. പിന്നെ മുത്തുമണിയോട് വീഡിയോ അവസാനിക്കുകയാണ്. അപ്പം ബുദ്ധിമുട്ടാവില്ല, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് മറന്നേ ചെയ്താലും മുത്തുമണികളെ. ഓക്കെ ഗുഡ് ബൈ, താങ്ക് യു. അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ ഗുഡ് ബൈ.